2024 സീസൺ തുടങ്ങാൻ വെറും 4 ദിവസം കൂടെ ബാക്കിയുള്ളൂ. അതിന് മുമ്പ് തന്നെ കേരള സ്ട്രൈക്കേഴ്സ് ഒരു പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. ഈ മാച്ച് നടന്നിരിക്കുന്നത് സെലിബ്രിറ്റി ക്രിക്കറ്റേഴ്സ് ഫെറ്റേണിറ്റിക്കെതിരെയാണ്. സോ അത്യാവശ്യം നല്ലൊരു ടീം തന്നെയാണ് സെലിബ്രിറ്റി ക്രിക്കറ്റേഴ്സ് ഫെറ്റേണിറ്റി എന്ന് പറയുന്നത്. സോ ആ ഒരു ടീമിനെതിരെ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കേരള സ്ട്രൈക്കേഴ്സിന് വേണമെങ്കിൽ സാധിച്ചിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഈ ഒരു മാച്ചിൽ കേരള സ്ട്രൈക്കേഴ്സ് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു മാച്ചിലെ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ പ്ലേയിങ് ഇലവൻ എന്ന് പറയുന്നത് വിവേക് ഓവൻ, രാജീവ് പിള്ള, സിജു വിൽസൺ, ഇന്ദ്രജിത്ത്, അരുൺ ബെന്നി, അർജുൻ നന്ദകുമാർ, സിദ്ധാർത്ഥ് മേനോൻ, ജീൻ പോൾ ലാൽ, ബിനേഷ് കൊടിയേരി, അലക്സാണ്ടർ പ്രസാദ്, സഞ്ജു സലീം, റനീഷ് എന്നിവരാണ്. നമുക്കറിയാം 4 ഇന്നിങ്സാണ് ഈ ഒരു ഫോർമാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഈ ഒരു പ്രാക്ടീസ് മാച്ചിൽ അവർ ചെയ്തിരിക്കുന്നത്. സോ ആദ്യം മാറ്റിയിട്ടത് സെലിബ്രിറ്റി ക്രിക്കറ്റേഴ്സ് ഫെറ്റേണിറ്റിക്കാണ്. അവർ 108 റൺ 5 വിക്കറ്റ് നഷ്ടത്തിൽ 10 ഓവറിൽ നേടിയിരുന്നു. രണ്ടാമത് മാറ്റിയത് കേരള സ്ട്രൈക്കേഴ്സ് 106 റൺസ് നേടിയിട്ടുണ്ട്. പക്ഷേ 9 വിക്കറ്റാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അതായത് ആദ്യത്തെ ഇന്നിങ്സ് എന്നത് 2 റൺസിന് മാത്രമാണ് കേരള സ്ട്രൈക്കേഴ്സ് പുറകിലായിരുന്നത്. ആദ്യത്തെ ഇന്നിങ്സ് കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി ഓപ്പണിംഗ് കയറിയത് അർജുൻ നന്ദകുമാർ, സിദ്ധാർത്ഥ് മേനോനുമാണ്. അർജുൻ നന്ദകുമാർ ഏതാണ്ട് 28 റൺസും, സിദ്ധാർത്ഥ് മേനോൻ 16 റൺസ്, അലക്സാണ്ടർ പ്രസാദാണ് മൂന്നാമത് വന്നത്, അദ്ദേഹം 14 റൺസ്, അരുൺ ബെന്നി 4ാമത് 2 റൺസ്, ഇന്ദ്രജിത്ത് ഡക്കായിരുന്നു, രാജീവ് പിള്ള 0, സിജു വിൽസൺ 14. അതിൽ നിന്ന് നല്ലൊരു ബാറ്റിംഗ് കാണാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് ഒരു 6 ഒരു 4 സിജു വിൽസൺ നേടിയിട്ടുണ്ട്. സോ ഒരു എ കാറ്റഗറി നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്ലെയറായിട്ട് സിജു വിൽസനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവേക് ഓവൻ 14 റൺസ് 6 ബോളിൽ, അദ്ദേഹം 2 6ഉം 1 ബൗണ്ടറി നേടിയിട്ടുണ്ട്. പിന്നെ സഞ്ജു സലീമാണ്, അദ്ദേഹം 0 റൺസ് ഡക്കിന് ഔട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജീൻ പോൾ ലാലും നോട്ട് ഔട്ടാണ്, ബിനേഷ് കൊടിയേരിയും നോട്ട് ഔട്ടാണ്. സോ ആദ്യത്തെ ഇന്നിങ്സിലെ സ്കോർ കാർഡ് ഇതാണ്. അർജുൻ നന്ദകുമാർ 28 റൺസ് നേടി ടോപ്പ് സ്കോററായി. പിന്നെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിയാലും അർജുൻ നന്ദകുമാറിൻ്റെ മികച്ച പെർഫോമൻസാണ് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം 23 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാജീവ് പിള്ള 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. കൂടാതെ ബിനേഷ് കൊടിയേരി 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. സോ അത്യാവശ്യം കുഴപ്പമില്ലാതെ ബോൾ ചെയ്തെന്ന് പറയാം. സ്റ്റിൽ ആ ഒരു ബോളിങ്ങിൻ്റെ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അടുത്ത ഇന്നിങ്സ് സെലിബ്രിറ്റി ക്രിക്കറ്റേഴ്സ് ഫെറ്റേണിറ്റി നേടിയത് 97 റൺസാണ് 9 വിക്കറ്റ് നഷ്ടത്തിൽ. കേരള സ്ട്രൈക്കേഴ്സ് നേടിയത് 83 റൺസ് മാത്രമാണ്. വിജയിക്കാൻ സാധിച്ചില്ല, 5 വിക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. ഇനിയും ആ ഒരു 83 റൺസ് നേടിയ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ആ ഒരു ബാറ്റിങ്ങിലെ പ്രകടനങ്ങൾ നോക്കി കഴിഞ്ഞാൽ വിവേക് ഓവൻ 18 റൺസ്, രാജീവ് പിള്ള 40 റൺസ്, 28 ബോളിൽ നിന്നാണ് അദ്ദേഹം 40 റൺസ് നേടിയത്. അത് ഒരു T20 ലെവൽ ബാറ്റിംഗ് ആണ് ഇവിടെ കാണാൻ സാധിച്ചത്, ഒരു T10 ലെവൽ ബാറ്റിംഗ് അല്ല. പിന്നെ സിജു വിൽസൺ 1 റൺസ്, ഇന്ദ്രജിത്ത് 5 റണ്ണ്, അരുൺ ബെന്നി 11 റൺസ്, അർജുൻ നന്ദകുമാർ ഡക്കിന് ഔട്ടായി. പിന്നെ സിദ്ധാർത്ഥ് മേനോൻ, അദ്ദേഹം നോട്ട് ഔട്ടാണ്. സോ ഇതൊക്കെയാണ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ സെക്കൻഡ് ഇന്നിങ്സിലെ ബാറ്റിംഗ്. സോ ഇനി ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബിനേഷ് കൊടിയേരി 1 വിക്കറ്റ് എടുത്തിട്ടുണ്ട്, വിവേക് ഓവൻ 1 വിക്കറ്റ്, അലക്സാണ്ടർ പ്രശാന്ത് 2 വിക്കറ്റ്, ജീൻ പോൾ ലാൽ 1 വിക്കറ്റ്, അർജുൻ നന്ദകുമാർ 2 വിക്കറ്റ്. ഇതൊരു ആദ്യത്തെ മാച്ചാണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അധികം പ്രാക്ടീസ് മാച്ചൊന്നും നമുക്ക് കളിക്കാനില്ല. 2-3 ദിവസം കൂടെ ബാക്കിയുള്ളൂ സീസണിൽ തുടങ്ങാനായിട്ട്. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം, ഇനി ട്രാവൽ ചെയ്യണം ഈ ഷാർജയിലേക്ക്. സോ അതൊക്കെ ഒരു വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഫാക്ടറാണ്. അടുപ്പിച്ച് 2 മാച്ച് വരുന്നു, ഒന്ന് മുംബൈയുമായിട്ടും 2 ബംഗാളുമായിട്ടും. സോ കേരള സ്ട്രൈക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചലഞ്ചിങ് സിറ്റുവേഷൻ തന്നെയാണ്. പിന്നെ ഈ ഒരു CCL മാച്ച് ആശ്വാസകരമായ പെർഫോമൻസ് എന്ന് പറയുന്നത് അർജുൻ നന്ദകുമാറിൻ്റെ മാത്രമാണ്. അദ്ദേഹം ബോളിങ്ങും ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ, അതുപോലെ തന്നെ ബാറ്റിങ്ങും ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ പ്രതീക്ഷ കൂടുതലായിട്ടിരിക്കുന്നത് അർജുൻ നന്ദകുമാറിലാണ് ഈ ഒരു CCL സീസണിൽ. അതുപോലെ തന്നെ രാജീവ് പിള്ളയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ബോൾ കൂടുതലായിട്ട് എടുക്കുന്ന പോലെ എനിക്ക് തോന്നി. അതായത് ഒരു 40 റൺസ് 28 ബോളിൽ ഒരു T10 ലെവലിൽ ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് എനിക്കറിയില്ല. അതൊരു T20 ലെവൽ ബാറ്റിംഗ് ആണ്. സോ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു 5-6 ബോൾ കുറവെടുത്താൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും. നിങ്ങൾ നോക്കുക, അദ്ദേഹം 40 റൺസ് എടുത്തിട്ട് പോലും നമ്മൾ 83-ന് 5 വിക്കറ്റ് നഷ്ടമേ ആയിട്ടുള്ളൂ. കുറച്ചുകൂടെ വിക്കറ്റുകളുണ്ടായിരുന്നു നമുക്ക്. സോ ബോൾ കുറഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ, അതായത് ഒരു 5-6 ബോൾ കുറച്ചെടുത്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ റൺസ് അടിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. സോ ഇനിയും നല്ല പ്ലേയേഴ്സ് ഇറങ്ങാൻ കിടക്കുന്നു. ആര്യൻ കത്തോലിയ എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ അണ്ടർ 16 കളിച്ചാണെന്ന് ആരോ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുന്നുണ്ട്. സോ അതിലൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ സമർത്ഥ എന്ന് പറയുന്ന ഒരു പ്ലെയറുണ്ട്, നല്ല പ്ലെയറാണ്. അതുപോലെ ജോൺ കൈപ്പള്ളി, അദ്ദേഹവും നല്ലൊരു പ്ലെയറാണ്. സോ അങ്ങനെ കുറച്ച് നല്ല പ്ലേയേഴ്സ് കേരള സ്ട്രൈക്കേഴ്സിൽ സ്റ്റിൽ ഇറങ്ങാൻ കിടക്കുന്നുണ്ട്. സോ അടുത്ത പ്രാക്ടീസ് മാച്ച് ഇവരെല്ലാം ഇറക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് അരുൺ ബെന്നിയാണ് ഈ ഒരു സീസണിലേക്ക്. സോ അദ്ദേഹം അത്ര മികച്ചൊരു പ്രകടനമല്ല ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അദ്ദേഹം കുറച്ച് ഫോം ഔട്ട് ആണെന്നും എനിക്ക് തോന്നുന്നുണ്ട്. സോ നമുക്ക് കണ്ടറിയാം. ഇനി 2 ദിവസം കൂടെ ബാക്കിയുള്ള CCL അടുപ്പിച്ച് 2 മാച്ച് കളിക്കണം. എന്തായിരിക്കും കേരള സ്ട്രൈക്കേഴ്സിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് കണ്ടറിയാം. സ്റ്റിൽ ആ ഒരു ബോളിങ്ങിൽ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു. ഈ ഒരു മാച്ചിൽ മണിക്കുട്ടനെ ഇറക്കിയിട്ടില്ല, അതുപോലെ തന്നെ വിനു മോഹനെ ഇറക്കിയിട്ടില്ല. അതെന്തായാലും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ നല്ല രീതിയിൽ റൺസ് വിട്ടുകൊടുക്കുന്ന പ്ലേയേഴ്സാണ്. സോ അവരെ ഇറക്കാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.